കുബേര എന്നുള്ള സിനിമയുടെ ഫസ്റ്റ് ഹാഫ് വളരെ പ്രോമിസിംഗ് ആണ്. അതായത് ലക്കി ഭാസ്കറൊക്കെ തുടങ്ങുന്ന പോലെ വളരെ ക്വാളിറ്റി ഉള്ള ഒരു ഫിലിമാണ് എന്നുള്ളൊരു വിശ്വാസം നൽകി. ഒരു സ്കാം അതിൻ്റേതായിട്ട് രീതിയിൽ വളരെ എൻഗേജിങ് ആയിട്ട്, സ്ഥിരം ടെംപ്ലേറ്റ് ഒന്നുമില്ല. സാധാരണ തലങ്കൂടത്തിൽ ഒരു നായകനെ കാണിക്കുന്നു, നായകനെ കടിച്ചു കഴിഞ്ഞാൽ ഒരു പാട്ട് വരുന്നു, പിന്നെ ഒരു ഫൈറ്റ് വരുന്നു, പിന്നെ ഒരു നായികയുടെ കൂടെ കുറച്ച് റൊമാൻറ്റിക് സീൻസ് വരുന്നു. ഇതിൽ അങ്ങനെ ഒന്നുമില്ല. നായിക ഉണ്ടെങ്കിൽ നായികയും നായകനും തമ്മിലുള്ള ഒരു ലവ് ട്രാക്ക് കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു നല്ല പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫാണ് നൽകുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ ഈ നായകൻ പ്രധാന ക്യാരക്ടർ ഒരു പിച്ചക്കാരനായതുകൊണ്ട് പിച്ചക്കാരൻ്റെ പോയിന്റ് ഓഫ് വ്യൂ കഥ പറയുമ്പോൾ ഈ ഇന്ത്യയിലുള്ള എല്ലാ പിച്ചക്കാർക്കും നല്ലത് വരുത്തണം എന്നുള്ളത്, അവർ പിച്ചക്കാരെ ഉണ്ടാവരുത് ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരു നായകനായതുകൊണ്ട് ആ രീതിയിൽ കഥ പോകുന്നതുകൊണ്ട് ഇത് മൊത്തം ബ്ലെൻഡറാണ് പിന്നീട്. അതായത് വല്ലവൻ്റെ കാശ് വെച്ചിട്ട് ലോകത്തുള്ള ഇന്ത്യയിലുള്ള എല്ലാ പിച്ചക്കാരുടെയും പ്രശ്നങ്ങൾ തീർക്കുമെന്ന് പറയുന്ന നായകനാണ്. ഒരിക്കലും പണിയെടുത്ത് ജീവിക്കുന്നതിനെ കുറിച്ചൊന്നും നായകൻ ചിന്തിക്കുന്നത് കൂടിയില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ ഈ പടത്തിലുണ്ട്. അതായത് തീരെ സിൻസിയർ അല്ലാത്ത ഒരു എഫേർട്ടാണ്. ഇവർ പറയുന്ന ഒരു ലോജിക്ക് കാര്യങ്ങളൊന്നും ഇതിൽ പ്രോപ്പറായിട്ട് കൺവിൻസിങ് ആവുന്നില്ല. വളരെ ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സിനിമ പറയുന്നത്. ആ ഫേക്ക് ആയിട്ട് തന്നെയാണ് ഇവർ അവതരിപ്പിച്ചിരിക്കുന്നതും. സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് വളരെ മോശമാണ്. അതായത് ഇരുത്തി നമ്മളിട്ട് ബോറടിപ്പിക്കുകയാണ്. ഒരു കാരണവശാലും ഈ പടം ഒന്ന് തീർന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറങ്ങി ഓടാം എന്നുള്ളൊരു ചിന്ത വരെ ക്ലൈമാക്സ് ആയപ്പോൾ ഉണ്ടായിരുന്നു. അതുപോലുള്ള ഒരു മ്യാരക ക്ലൈമാക്സ് ഒക്കെ ഈ പടം നൽകുന്നുണ്ട്. മൊത്തത്തിൽ എന്നെ സംബന്ധിച്ച് കുബേര എന്നുള്ളത് ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു സെക്കൻഡ് ഹാഫ് മുതൽ. ഫസ്റ്റ് ഹാഫ് നല്ല എൻഗേജിങ് ആയിരുന്നു, പക്ഷേ സെക്കൻഡ് ഹാഫും ക്ലൈമാക്സും കണ്ടിരിക്കാൻ പറ്റില്ല.